പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും ദൈവപുത്രനും സ്തുതിയും പുകഴ്ചയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം ബന്ധന രോഗശാന്തി പ്രാർത്ഥനകളോടുകൂടി പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേന. ഈ നൊവേനയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയോ ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയോ ഒരു പേപ്പറിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുക. ഈ നൊവേന പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേനയിൽ പങ്കുചേരുമ്പോൾ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങളെയും യേശുവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. ഓ പരിശുദ്ധ തൃത്വൈക ദൈവമേ, ഞാൻ എൻ്റെ 6 പ്രാർത്ഥനകളിലും എൻ്റെ വിരൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ബൈബിളിൽ എഴുതി വച്ച പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഓർമ്മയിലൂടെ എൻ്റെ 6 പ്രാർത്ഥനകളെയും ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു. 10 സെക്കൻഡ് സമയം നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ മനസ്സിൽ കൊണ്ടുവരികയോ എഴുതി വെച്ച പ്രാർത്ഥനാ നിയോഗം വായിച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുക. ഒന്നാമത്തെ പ്രാർത്ഥനാ നിയോഗം. കർത്താവേ, ഈ പ്രാർത്ഥനയുടെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ, അഭിഷേകം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ 2ഉം 3ഉം 4ഉം 5ഉം 6ഉം പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം ആശീർവദിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും ബൈബിളിൽ പ്രാർത്ഥന എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരെയും പേപ്പറിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരെയും ഓർമ്മയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരെയും ഈ ത്രിത്വൈക ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ത്രിത്വൈക ദൈവത്തിനോടുള്ള നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും എത്രയും വേഗത്തിൽ നിറവേറ്റി കൊടുക്കണമേ എന്ന് പൗരോഹിത്യത്തിൻ്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ തൃത്വൈക ദൈവമേ, എൻ്റെ 1 മുതൽ 6 വരെയുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളെ അവിടുന്ന് താഴ്മയോടെ സ്വീകരിക്കണമേ. ഞാൻ എൻ്റെ പാപങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നെ തന്നെ വിശുദ്ധീകരിച്ചു പ്രാർത്ഥിക്കുന്നു. ക്ഷമ ചോദിച്ചും ക്ഷമ കൊടുത്തും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥനകളുടെ മേൽ അവിടുന്ന് അഭിഷേകം ഉണ്ടാകട്ടെ. വേഗത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ച പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേക്കും സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ തൃത്വത്തിലെ 3 ആരാധ്യരായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇന്നും എന്നേക്കും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബന്ധന രോഗശാന്തി പ്രാർത്ഥന. ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും യേശുവിൻ്റെ നാമത്തിൽ പൗരോഹിത്യത്തിൻ്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ ബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ നാമത്തിലും നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നാമത്തിലും മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും മധ്യസ്ഥതയിലും സ്വർഗത്തിലെ എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയാലും എൻ്റെ അപ്പസ്തോലിക അധികാരത്തോടും കൂടി ഞാൻ എല്ലാ തിന്മകളോടും രോഗങ്ങളോടും കൽപ്പിക്കുന്നു. ഈ പരിശുദ്ധ തൃത്വൈക ദൈവത്തിലേക്ക് ഉള്ള നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരിൽ നിന്ന് പുറത്തു വരിക. നിങ്ങളെ യേശുവിൻ്റെ ദിവ്യകുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കുന്നു. ഞാൻ നിങ്ങളെ എന്നേക്കുമായി യേശുവിൻ്റെ ദിവ്യകുരിശിൻ ചുവട്ടിൽ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ മേൽ അവകാശമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ദൈവപിതാവിൻ്റെ മക്കളായതിനാൽ ഞങ്ങളെ ആക്രമിക്കുവാൻ ഇനി ഒരിക്കലും കടന്നു വരാതിരിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൃത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും പരിശുദ്ധ തൃത്വത്തിൻ്റെ മക്കളായതിനാൽ തിന്മയുടെ ശക്തികൾക്ക് ഞങ്ങളുടെ മേൽ അവകാശമില്ല എന്ന് വിശ്വസിക്കുകയും ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ തൃത്വത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവപിതാവേ, അങ്ങയുടെ വചനം ഞങ്ങൾ ഓർക്കുന്നു. ജോഷുവ ഇസ്രായേൽക്കാരോട് പറഞ്ഞതുപോലെ, ജോഷുവ 24:15 പറയുന്നത് പോലെ ഞങ്ങളും പറയുന്നു, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും.
അതിനായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രപഞ്ചം മുഴുവൻ പ്രചരിപ്പിക്കുവാൻ എന്നെയും കുടുംബത്തെയും ഈ നാടിനെയും ഈ ദേശത്തെയും രാജ്യങ്ങളെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. രാജ്യത്തിൻ്റെ ഭരണാധികാരികളും ബന്ധുമിത്രാദികളും ദർശനങ്ങൾ കാണുവാൻ, അഭിഷേകം ചെയ്യപ്പെടുവാൻ ഇടവരുത്തണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തൃത്വൈക ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ നൊവേനയിൽ പങ്കെടുക്കാം. പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ബൈബിളിൽ ഈ പ്രാർത്ഥന എഴുതി വയ്ക്കുക. ഒരു പ്രാർത്ഥന കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. മിനിമം 3 പേർക്കെങ്കിലും ഒരു ദിവസം അയച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക. വാട്സപ്പ് സ്റ്റാറ്റസിൽ ഷെയർ ചെയ്യാൻ പരിശ്രമിക്കുക. അതുവഴി ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ദയവായി എനിക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുക. നന്ദി. നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നൊവേനയിൽ പങ്കെടുക്കുക.